ഇന്നത്തെ എപ്പിസോഡ് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു വരുന്ന KMT ഫൈറ്റ് ക്ലബിനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെയാണ്. KMT ഫൈറ്റ് ക്ലബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രാവ് മാഗ എന്ന ആയോധന കല പഠിപ്പിച്ചു വരുന്നു എന്നുള്ളതാണ്. ക്രാവ് മാഗയെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ന് ലോകത്തെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മാർഷൽ ആർട്ട് ട്രെയിനിങ് സിസ്റ്റമാണ് ക്രാവ് മാഗ. ക്രാവ് മാഗ ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ക്രാവ് മാഗയെക്കുറിച്ചൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ തരാൻ KMT ഫൈറ്റ് ക്ലബിൻ്റെ ഉടമയും KMT ഫൈറ്റ് ക്ലബിൻ്റെ ചീഫ് ഇൻസ്ട്രക്ടറുമായ സെബാസ്റ്റ്യൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സെബാസ്റ്റ്യൻ സാർ എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ക്രാവ് മാഗ എന്ന കലാരൂപത്തെ അല്ലെങ്കിൽ ക്രാവ് മാഗ എന്ന മാർഷൽ ആർട്ട് സിസ്റ്റത്തെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തി കൂടിയാണ് സെബാസ്റ്റ്യൻ സാർ. പോലീസ് പോലുള്ള സായുധ സേനാ വിഭാഗങ്ങൾക്ക് ക്രാവ് മാഗയുടെ ട്രെയിനിങ് നൽകി വരുന്ന വ്യക്തി കൂടിയാണ് സെബാസ്റ്റ്യൻ സാർ. ക്രാവ് മാഗ എന്ന് പറയുന്നത് ഇസ്രായേലി ആർമി ഡെവലപ്പ് ചെയ്തൊരു അൺആംഡ് കോമ്പാറ്റ് സിസ്റ്റമാണ്. നമുക്ക് മെയിനായിട്ട് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ നമ്മുടെ ട്രഡീഷണൽ മാർഷൽ ആർട്സിനുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റിൽ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അറ്റാക്ക് വരുവാണെങ്കിൽ അവിടെ റൂൾസ് കാണത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ റൂൾസ് കാണത്തില്ല, സെയിം വെയിറ്റ് ആയിരിക്കണമെന്നില്ല, മൾട്ടിപ്പിൾ അറ്റാക്കേഴ്സ് കാണും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ദെൻ ഓപ്പണൻ്റെ കയ്യിൽ ചിലപ്പോൾ വെപ്പൺസ് കാണും. അപ്പോൾ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നാണ് നമ്മൾ ക്രാവ് മാഗയിൽ പഠിക്കുന്നത്. ബാക്കി ട്രഡീഷണൽ മാർഷൽ ആർട്സ് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടോ കുറച്ചുകൂടെ ഒരു ഗ്രേസ്ഫുള്ളി അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് ഒരു എലമെൻറ്റ് എംഫസിസ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പ്യുവർ റോ ഫൈറ്റ്. ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇനി ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഫൈറ്റ് ഫിനിഷ് ചെയ്യുക ആൻഡ് സേഫായിട്ട് പോവുക. ഇതിനകത്തൊരിക്കലും ഒരു ഫൈറ്റ് ജയിക്കാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റല്ല, നമുക്കത് ഒഴിവാക്കാൻ നോക്കുക. ലാസ്റ്റ് ഓപ്ഷൻ മാത്രമാണ് ഫൈറ്റ്. അതാണ് ക്രാവ് മാഗ ആൻഡ് ബാക്കി മാർഷൽ ആർട്സുമായിട്ടുള്ള വ്യത്യാസം. പക്ഷേ ബാക്കി മാർഷൽ ആർട്സിൽ ഉപയോഗിക്കുന്ന പഞ്ചസ്, കിക്സ്, ഗ്രൗണ്ട് ഫൈറ്റിംഗ്, സോ ബേസിക്കലി നമ്മുടെ മിക്സർ മാർഷൽ ആർട്സ് അത് കുറച്ചുകൂടെ ആൾക്കാർക്ക് പരിചയം എന്ന് പറയുന്ന മിക്സർ മാർഷൽ ആർട്സ് വിത്ത് നോ റൂൾസ് എന്ന് പറയാം. കാരണം മിക്സർ മാർഷൽ ആർട്സിൻ്റെ എല്ലാ എലമെൻറ്റ്സും വരുന്നുണ്ട്. പ്ലസ് ഈ പറഞ്ഞ പോലെ റൂൾസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, വെപ്പൺസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അറ്റാക്കേഴ്സ് അങ്ങനെയുള്ള സെനേറിയോ കൂടെ ക്രാവ് മാഗയിൽ വരുന്നതാണ്. ക്രാവ് മാഗയെക്കുറിച്ചൊരു ജനറൽ ഐഡിയ ഇതിനോടകം പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു ഡെമോൺസ്ട്രേഷനും കൂടെ കണ്ടു കഴിയുമ്പോൾ, ഒന്ന് രണ്ട് ടെക്നിക്കുകളുടെ ഡെമോൺസ്ട്രേഷനും കൂടെ കണ്ടു കഴിയുമ്പോൾ ക്രാവ് മാഗയെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു അറിവ് പ്രേക്ഷകർക്ക് ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. സ്ട്രീറ്റിലൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നതാണ് സ്ലാപ്പ് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അത് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം? ഓക്കെ, ഫസ്റ്റ് തിങ് അങ്ങനെ കോൺഫ്രണ്ടേഷൻ വരുമ്പോഴേ നമ്മുടെ നാച്ചുറൽ റിയാക്ഷൻ എന്താ, നമ്മൾ കൈ പോക്കറ്റിലിട്ടിട്ടോ കൈ ബാക്കി കെട്ടിയോ നിൽക്കത്തില്ല, ഇൻസ്റ്റിങ്ക്റ്റ് റിയാക്ഷൻ ചെയ്തായിരിക്കും, അല്ലെ ഹൈ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ഓക്കെ, സോ ഇവിടുന്ന് തന്നെയാണ് നമ്മുടെ ഡിഫൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ കൈ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ബ്ലോക്ക് ചെയ്യാം. സ്ലാപ്പ് ചെയ്യുമോ, എനിക്കിത് ബ്ലോക്ക് ചെയ്യാം. ഓക്കെ, സോ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്ലോക്ക് ചെയ്യുമ്പോൾ ഒരു കൈ എപ്പോഴും ഫേസ് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഗോ അഗെയിൻ, ഞാൻ ഇതായിരിക്കത്തില്ല, കൈ ഇവിടെ വരരുത്. ഓക്കെ, ഓൾവേസ് കീപ്പ് യുവർ ഹാൻഡ്സ് ക്ലോസ് ടു യുവർ ഫേസ് ഇവിടെ ഗോ. എനിക്ക് ഇവിടുന്ന് കൗണ്ടറായിട്ട് സ്ട്രൈക്ക് ചെയ്യാം. ഇപ്പോൾ കൗണ്ടർ സ്ട്രൈക്ക് ചെയ്യുന്നത് ഒരുമിച്ചാണ്, സ്ലോ 1 2 ഇതല്ല. ഓക്കെ, ദ മൊമെൻ്റ് ആൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ സ്പീഡ് ഇതാണ്. സോ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് സ്ട്രൈറ്റ്, പാം സ്ട്രൈക്ക്. ഓക്കെ, സ്ട്രീറ്റിൽ പഞ്ചസ് യൂസ് ചെയ്യാതിരിക്കുക, കാരണം നമ്മുടെ സ്കള്ളിലൊക്കെ കൊണ്ടുപോയി നമ്മുടെ നക്കിൾ ബ്രേക്ക് ആകും. ഓക്കെ, സോ പാം സ്ട്രൈക്ക് കുറച്ചുകൂടെ സേഫാണ്. ഓക്കെ, ഓക്കെ, സ്ട്രൈറ്റ് ടു ദ ഫേസ്, പാം സ്ട്രൈക്ക്. ഓക്കെ, ഇത് സൈമൾട്ടേനിയസ് ആണ്. ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ട് അടുത്തത് സ്ട്രൈക്ക് ചെയ്യുള്ളൂ. സെക്കൻഡ് തിങ്, സ്ലാപ്പ് സ്ലോ. ഇത് എൻ്റെ കോണ്ടാക്ട് ചെയ്ത് വിടാൻ പറയാം. ഇവിടെ വെച്ചിട്ടല്ല ഞാൻ ബ്ലോക്ക് ചെയ്യുന്നത്, ഓൾവേസ് എവേ ഫ്രം ദ ബോഡ്. എൻ്റെ അഗെയിൻ സ്ലാപ്പ് ദൂരത്തുനിന്ന്. ഓക്കെ, ഇത്ര അടുത്ത് വരാം, കാരണം സ്ട്രീറ്റാണ്, ചിലപ്പോൾ ആളിൽ നൈഫ് ആയിരിക്കാം അല്ലെങ്കിൽ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് അടിക്കുമ്പോൾ അഗെയിൻ ഹിറ്റ് ആൻഡ് എനിക്ക് വേണമെങ്കിൽ കൂടെ കിക്കും കൂടെ ചെയ്യാം. ഓക്കെ, ഇത് ഏറ്റവും കോമൺ ആയിട്ടുള്ള അറ്റാക്കാണ് സ്ട്രീറ്റിൽ വരുന്നത്, സ്ലാപ്പൊക്കെ. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഒരു കോമൺ ഒരു അറ്റാക്ക് വരുന്ന സ്ട്രീറ്റിൽ ഹെയർ ഗ്രാബാണ്. ഓക്കെ, അത് റെസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിൽ മുടി ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ഒരു ഫൈറ്റൊക്കെ വരുമ്പോൾ ആൾക്കാർ ചെയ്യുന്ന സ്ട്രെയിറ്റ് കയറി മുടിയെ കയറി പിടിക്കും. ഓക്കെ, സോ മുടിയെ കയറി പിടിച്ച് കഴിഞ്ഞുള്ള കുഴപ്പം, എനിക്ക് ഈസി ആയിട്ട് ആളെ കൺട്രോൾ ചെയ്യാം. അങ്ങോട്ടോ ഇങ്ങോട്ടോ എനിക്ക് ഹിറ്റ് ചെയ്യാം, വലിച്ച് താഴെ ഇടാം, എല്ലാം നടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് തിങ് പെയിൻ, കാരണം മൊമെൻറ്റ് ഗ്രാബ് ചെയ്യുമ്പോഴേ ആ പെയിൻ സ്റ്റാർട്ട് നല്ല ശക്തിയായിട്ട് വലിച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ലേഡീസ്. ഓക്കെ, സോ ഈ പെയിൻ കുറയ്ക്കാൻ നിങ്ങൾക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാനോ ഡിഫെൻഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. സോ ഫസ്റ്റ് തിങ് പെയിൻ റെഡ്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, 2 കണ്ട് ഹോൾഡ് ചെയ്യാമോ മേളിൽ. ഓക്കെ, സോ ഓക്കെ, ഇവിടെ പിടിച്ച് ചെയ്യാനുള്ള പ്രോബ്ലം എന്താ, സ്റ്റിൽ എനിക്ക് വലിക്കാം, പെയിൻ ഉണ്ടല്ലേ, നോ ചേഞ്ച്. അവിടെ അല്ല, ഇതിവിടെ ഇത് എൻ്റെ കൈ അങ്ങോട്ട് പ്രസ് ചെയ്ത് വെക്കാം.
ഓക്കെ. പുഷ് ടുവേർഡ്സ് യുവർ ഹെഡ്. ദേവൻ്റെ ഹെഡിലോട്ട് പ്രസ് ചെയ്ത് വെക്കാം. ഓക്കെ. ഇനി ഞാൻ വലിച്ചാലും ഉണ്ട് ഇത് വരരുത്. ഓക്കെ. റെസിസ്റ്റ് ചെയ്യാണ്ട് എൻ്റെ കൂടെ ഇങ്ങ് പോരും വലിക്കുമ്പോൾ. ക്ലിയർ? ഓക്കെ. റെസിസ്റ്റ് ചെയ്യരുത്, തിരിച്ച് വലിക്കരുത്. ഞാൻ പുള്ളി ചെയ്യുവാണെങ്കിൽ കമ്പനി ഇതാണ്. ഇത് ഇവിടെ ഈ സൈഡ് ഉണ്ട്, ഇത് കവേർഡാണ്. എനിക്ക് ഹിറ്റ് ചെയ്താലും കവേർഡാണ്. ഓക്കെ. ഇമ്പോർട്ടൻറ്റ് തിങ്, എനിക്ക് ഇങ്ങനെ ഫീറ്റ് അടുത്ത് വെച്ചിട്ട് വലിക്കാൻ പറ്റത്തില്ല. വലിക്കുവാണെങ്കിൽ എൻ്റെ ലെഗ് ക്ലോസ് ആയേ പറ്റത്തുള്ളൂ. ലെഫ്റ്റ് ലെഗ് ഇൻസൈഡ് കിക്ക് ചെയ്യുമ്പോൾ സ്ട്രൈറ്റ് ടു ദ ഗ്രോയിൻ. ഓക്കെ. ഒരു ഗ്രോയിൻ കിക്ക് വേണേൽ സ്ട്രൈറ്റ് ചെയ്യാം, കാരണം ഫേസ് വിടുന്നില്ല. ഇത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണം. ബേസ് വൈഡായിട്ട് നിൽക്കുന്നതുകൊണ്ട് കിക്ക് ചെയ്യാൻ പറ്റും. താങ്ക് യു. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ സെബാസ്റ്റ്യൻ സാറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് സെബാസ്റ്റ്യൻ സാറിനെ നേരിട്ട് പരിചയപ്പെടാം. അതോടൊപ്പം തന്നെ അദ്ദേഹം ക്രൗ മാഗ എന്ന ആയോധന കലാരൂപത്തിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെ എന്നുകൂടെ മനസ്സിലാക്കാം. ഞാൻ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ. ഞാനൊരു സർട്ടിഫൈഡ് ക്രൗ മാഗ ആൻഡ് മിക്സഡ് മാർഷൽ ആർട്സ് കോച്ചാണ്. ഞാൻ ക്രൗ മാഗ സ്റ്റാർട്ട് ചെയ്ത് 2013 ഞാൻ ഇതിനു മുമ്പ് എയർഫോഴ്സിലായിരുന്നു. എയർഫോഴ്സ് പോലീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ക്രൗ മാഗ പഠിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് കൊച്ചിലെ കരാട്ടയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ക്രൗ മാഗ കുറച്ച് റിയലിസ്റ്റിക് ഒരു സെൽഫ് ഡിഫെൻസ് സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് അങ്ങനെ എവിടെയോ വായിച്ചതാണ്. അങ്ങനെയാണ് ക്രൗ മാഗ പഠിക്കാനുള്ള കാരണം. പൂനെയിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ 2018 എയർഫോഴ്സിൽ നിന്ന് റിട്ടയറായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഫുൾ ടൈം ക്രൗ മാഗ ക്ലാസ്സും ഒക്കെ ആയിട്ട് പോകുന്നു. ക്രൗ മാഗ പ്ലസ് മിക്സഡ് മാർഷൽ ആർട്സ് രണ്ടും വരുന്നതാണ്. നമ്മൾ ക്രൗ മാഗ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു, സെബാസ്റ്റ്യൻ സാറിനെ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് KMT ഫൈറ്റ് ക്ലബിനെയാണ് പരിചയപ്പെടാറുള്ളത്. നമ്മൾ ക്രൗ മാഗ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്ത് കേരളത്തിൽ 2ാമത്തെ സെൻ്റർ ആയിരുന്നു. ഇൻ്റർനാഷണൽ അൾട്ടിമേറ്റ് ക്രൗ മാഗ ഫെഡറേഷൻ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനാണ്. നമ്മുടെ ഓർഗനൈസേഷൻ വന്നിട്ട് ഇന്ത്യയിൽ പാരാമിലിറ്ററി, CSF, CRPF, പിന്നെ ആർമി യൂണിറ്റ്സ്, ദെൻ NSG ബ്ലാക്ക് ഹാറ്റ് കമാൻഡോസ്, ഇവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിന് നമുക്ക് 2ാമത്തെ ബ്രാഞ്ചാണ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ട്രിവാൻഡ്രത്ത് 2018. സോ അന്നേരം ഞങ്ങൾ ഫുള്ളി ക്രൗ മാഗ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരുന്നു, ഒരു സെൽഫ് ഡിഫെൻസ് ആസ്പെക്റ്റിലാണ്. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അതിനകത്തൊരു റിയലിസ്റ്റിക് കുറച്ചുകൂടെ ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമുക്കൊരു കോമ്പാറ്റ്, ഒരു സ്പോർട്ടിൻ്റെ പോലെ ലൈക്ക് ഒരു മിക്സഡ് മാർഷൽ ആർട്സും കൂടെ അതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എഫക്റ്റീവ്ലി എഗെയിൻസ്റ്റ് റെസിസ്റ്റൻസ് ഒരു അണ്ടർ സ്ട്രെസ്സിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഫുൾ ഫോഴ്സിൽ നമ്മുടെ പാർട്ട്ണറുമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു MMA, മിക്സഡ് മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫുൾ കോൺടാക്ട് കോമ്പാറ്റ് സ്പോർട്ടാണ്. റൂൾസ് ലിമിറ്റഡ് ആണ്. നമുക്ക് സാധാരണ ഇപ്പോൾ ഒരു ബോക്സിംഗ് ആണെങ്കിൽ പഞ്ച് കൊണ്ട് ആൾ താഴെ അവിടെ സ്റ്റോപ്പ് ആകും, അല്ലെങ്കിൽ കിക്സ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കിക്ക് ബോക്സിങ്ങിലും സെയിം, പഞ്ചും കിക്കിങ് യൂസ് ചെയ്യാം, ഗ്രൗണ്ട് ഫൈറ്റ് ഇല്ല. പക്ഷേ MMA വരുമ്പോൾ ഇതിൽ പഞ്ചസ് യൂസ് ചെയ്യാം, കിക്സ് യൂസ് ചെയ്യാം, ജൂഡോയിൽ ത്രോസ് യൂസ് ചെയ്യാം, റെസ്ലിങ്ങിലെ പോലെ ടേക്ക് ഡൗൺസ് വരാം. താഴെ വന്നു കഴിഞ്ഞാലും ആൾക്കാർ ഗ്രൗണ്ട് ആൻഡ് പൗണ്ട് എന്ന് പറയും, മുകളിൽ കയറി ഇടിക്ക് പഞ്ച് ചെയ്യാം, പിന്നെ എന്തെങ്കിലും സബ്മിഷൻസ്, സ്റ്റോക്സ് ഇതൊക്കെ ചെയ്യാം. സോ ഇറ്റ്സ് മോർ ടു ഒരു റിയലിസ്റ്റിക് ഫൈറ്റ്. ഒരു സ്ട്രീറ്റ് ഒരു ഫൈറ്റ് ആണെങ്കിലും അവിടെ നിങ്ങൾ താഴെ വീണ് നിങ്ങളുടെ ഒപ്പണൻ്റ് ഫൈറ്റ് നിർത്തണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു റിയലിസ്റ്റിക് ഒരു ഫൈറ്റ് എലമെൻ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു MMA ബാക്ക്ഗ്രൗണ്ടും കൂടെ വെച്ചിട്ട് ഇതിലോട്ട് ആഡ് ചെയ്തു. അങ്ങനെ വന്നിട്ട് KMT ഫൈറ്റ് ക്ലബ്, ക്രൗ മാഗ ട്രിവാൻഡ്രം എന്നുള്ള ഷോർട്ടായിട്ടാണ് KMT ഫൈറ്റ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതിൽ പിന്നെ ഡിഫറെൻറ്റ് MMA കോമ്പറ്റീഷൻസിൽ MMA, ഗ്രാപ്ലിംഗ്, കിക്ക് ബോക്സിംഗ് പല ഇവൻറ്റ്സിൽ ഇറങ്ങാൻ തുടങ്ങി. നമ്മുടെ ഇവിടുന്ന് ഒരു സെൽഫ് ഡിഫെൻസ് ആസ്പെക്റ്റിൽ ജസ്റ്റ് ഫിറ്റ്നസ് ആയിട്ട് പഠിക്കാൻ വരുന്നവരാണ്. നമുക്കിവിടെ ഫുൾ ടൈം ഫൈറ്റേഴ്സ്, അങ്ങനെ പ്രൊഫഷണൽ ഫൈറ്റേഴ്സ് ഉണ്ട്, വളരെ കുറവാണ്. നമ്മുടെ ഒരു ഫൈറ്റർ ഉണ്ട്, കേശവൻ, ഈസ് ആൻ ഇൻ്റർനാഷണൽ ഫൈറ്റർ. ലാസ്റ്റ് ഒരു അഫ്ഗാനിസ്ഥാൻ ഒരു പയ്യനുമായിട്ട് ഫൈറ്റ് ചെയ്തതാണ്. പിന്നെ പല ടൈറ്റിൽ ബെൽറ്റ്സ് ജയിച്ച ആൾക്കാരുണ്ട്, റോഹൻ, മനു, അഭിലാഷ്, അങ്ങനെ കുറേ ഫൈറ്റേഴ്സ് ഉണ്ട്. ലേഡീസ് ഉണ്ട്, ഡോക്ടർ ലക്ഷ്മി ഉണ്ട്, ഷീ ഈസ് എ ഗുഡ് ഗ്രാപ്ലർ. പിന്നെ ഒരു ഷാലിം കുട്ടി ഇപ്പോൾ 1 year ആയിട്ട് ചെയ്യുന്നതാണ്. MMA, കിക്ക് ബോക്സിങ് ഇത് രണ്ടുമാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ജിൻസി സെയിം ഒരു ഇൻ്റർനാഷണൽ കിക്ക് ബോക്സിങ് 1-2 ഇവൻറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ പേര് കേശവൻ. ഞാനിവിടെ 5 വർഷമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ഗ്രാപ്ലിംഗ് ആണ് തുടങ്ങിയത്, MMA ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അമച്ചറും പ്രോയുമായിട്ട് കുറേ ഫൈറ്റ് കളിച്ചിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഒരു BFC ഫൈറ്റ് നൈറ്റിൽ ഒരു ഇൻ്റർനാഷണൽ ഫൈറ്റ് ചെയ്തായിരുന്നു അഫ്ഗാനിസ്ഥാനുമായിട്ട്. അതിൽ വിൻ ചെയ്തായിരുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ പ്രൊഫഷൻ ഡോക്ടറാണ്, പീഡിയാട്രീഷ്യനാണ്. ഞാൻ 4 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. MMAക്കും ഗ്രാപ്ലിങ്ങിനും എല്ലാം കോമ്പറ്റീഷൻ ഇറങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഇറങ്ങിയ കോമ്പറ്റീഷൻ ADCC ആണ്, സിൽവർ ഉണ്ടായിരുന്നു. ഹായ്, എൻ്റെ പേര് മനു. ഞാൻ 2 വർഷത്തിലധികമായി ഇവിടെ KMT ഫൈറ്റ് ക്ലബ്ബിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ 16 ഗ്രാപ്ലിംഗ് മാച്ചസിനും 9 MMA ഫൈറ്റിനും ഇറങ്ങിയിട്ടുണ്ട്. ഇതിലുള്ളതിൽ എൻ്റെ ഏറ്റവും മികച്ച ഫൈറ്റായിട്ട് ഞാൻ കണക്കാക്കിയിരിക്കുന്ന കഴിഞ്ഞ 2025 ഡിസംബറിൽ ADCC ഗോവയിൽ കോമ്പീറ്റ് ചെയ്ത ഗ്രാപ്ലിംഗ് മാച്ചാണ്. ഞാൻ തോറ്റെങ്കിലും എൻ്റെ ഏറ്റവും ബെസ്റ്റ് ലേണിംഗ് എക്സ്പീരിയൻസായി ഞാൻ കണക്കാക്കിയിരിക്കുന്നത് എൻ്റെ ഈ ഗ്രാപ്ലിംഗ് മാച്ചിലാണ്. അങ്ങനെ നല്ല ഫൈറ്റേഴ്സും ഉണ്ട്, പ്ലസ് ഈ പറഞ്ഞ പോലെ സെൽഫ് ഡിഫെൻസ് മാത്രമായിട്ടും അല്ലെങ്കിൽ ഫിറ്റ്നസ്സിനായിട്ട് ചെയ്യുന്നവരുമുണ്ട്. ട്രിവാൻഡ്രത്ത് നമുക്കിപ്പോൾ 3 സെൻ്ററാണുള്ളത്. നമ്മുടെ ഏറ്റവും മെയിൻ സെൻറ്റർ വന്നിട്ട് പാറ്റൂരാണ്. അവിടെ നമുക്ക് 6 days ക്ലാസ് ഉണ്ട്.
സെക്കൻഡ് വൺ വഴുതക്കാട് FKO സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് അവിടെയുണ്ട്. പിന്നെ തേർഡ് വൺ ഹൈബ്രിഡ് കോമ്പാറ്റ് ഫിറ്റ്നസ് കുറവങ്കോണം. ഇവിടെയാണ് ക്ലാസ്സസ് ഉള്ളത്. ഡിഫറെൻറ്റ് ടൈമിങ്സ് ആണ്. കൺവീനിയൻറ്റ് ടൈമിൽ നമുക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. മോർണിംഗ് ഈവനിങ് അങ്ങനെ ഡിഫറെൻറ്റ് ഷെഡ്യൂൾസ് ഉണ്ട്. KMT ഫൈറ്റ് ക്ലബിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഫൈറ്റ് ക്ലബ്ബ് നിരന്തരമായി മികച്ച റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ഇവിടുത്തെ ട്രെയിനറുടെ മികവും അതോടൊപ്പം തന്നെ അദ്ദേഹം നൽകുന്ന ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകതകളുമാണ്. നമുക്കിനി ഇവിടുത്തെ ട്രെയിനിങ്ങിൻ്റെ രീതിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ ക്ലാസ്സിൻ്റെ ഷെഡ്യൂൾ വന്നിട്ട് 1.5 hour ആണ്. അതിൽ നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് വാമപ്സ്, ഒരു കാർഡിയോ ലെവലിലുള്ള വാമപ്സ് ഒക്കെ ചെയ്യുക, ദെൻ സ്ട്രെച്ചിങ്, പിന്നെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ കൂട്ടാനായിട്ടുള്ള പാർട്ട്ണർ സ്ട്രെച്ചിങ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നമ്മളിതിൽ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ സ്ട്രെങ്ത്ത്, സ്റ്റാമിന, ദെൻ ഒരു പവർ ഡ്രിൽസ് എന്ന് പറയും, പുഷിങ് പുള്ളിങ് അങ്ങനെയുള്ള ഇതിനൊക്കെ ഡ്രിൽസ്. അതിന് വെയ്റ്റ്സും യൂസ് ചെയ്യാറുണ്ട്, ബോഡി വെയ്റ്റ് എക്സസൈസുകളും ഉണ്ട്. ഇതൊക്കെ ചെയ്യാനൊരു സ്ട്രെങ്ത്ത്, സ്റ്റാമിന ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. സോ ക്രൗ മഗ വന്നിട്ട് ഫിറ്റ്നസ്സിന് നല്ലതാണ്, ഒരു സ്ട്രെസ് റിലീഫാണ്, നല്ല സ്ട്രെസ് റിലീഫാണ്. പ്ലസ് അതുകൂടാതെ നമ്മുടെ പഞ്ചസ്, കിക്സ്, ദെൻ ഗ്രൗണ്ട് ഫൈറ്റ്, ഗ്രാപ്ലിംഗ് ഇതുമെല്ലാം കൂടെ വന്നിട്ടാണ് ഒരു ഷെഡ്യൂൾ, ഒരു കംപ്ലീറ്റ് ഒരു പാക്കേജ് പോലെയാണ്. അതിനകത്ത് നമുക്കൊരു 1.5 hour വന്നിട്ട് ഒരു 600 calories വരെ ബേൺ ചെയ്യുന്ന ടൈപ്പ് വർക്കൗട്ട് ആയിരിക്കും. അപ്പോൾ ഫിറ്റ്നസ്സിനാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പ്ലസ് നമ്മളൊരു ലൈഫ് സേവിങ് സ്കില്ലും കൂടെ പഠിക്കുന്നതാണ്. നമുക്ക് ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. കിഡ്സിൻ്റെ സെപ്പറേറ്റ് ആണ്. സോ കിഡ്സിൽ വന്നിട്ട് 4 to 5 years തൊട്ടുള്ളവർ തൊട്ട് അഡൾട്ട്സ് 72 year ഉള്ളവരെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഇതൊരിക്കലും നമുക്കൊരു ഭയങ്കര ഫിറ്റ്നസ് ഉണ്ടെങ്കിലേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഫിറ്റ്നസ്സിൻ്റെ ഒരു പാർട്ടാണ്, അത് ഗ്രാജുവലി നമുക്ക് അക്വയർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല, ഏത് ലെവലിൽ ഫിറ്റ്നസ് ഉള്ളവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഹലോ, എൻ്റെ പേര് ജോയൽ. ഞാൻ KMT ഫൈറ്റ് ക്ലബ്ബിലെ സ്റ്റുഡൻ്റാണ്. ഞാൻ അബൌട്ട് 5 months ആയി ട്രെയിൻ ചെയ്യുന്നു. ഫൈറ്റിന് ഇറങ്ങിയിട്ടുണ്ട്. ഐ എം ട്രൈങ് ടു ഇംപ്രൂവ് മൈസെൽഫ് ആൻഡ് ബി എ ബെറ്റർ ഫൈറ്റർ. ഹായ്, എൻ്റെ പേര് രോഹൻ. ഞാൻ ഇവിടെ ഓൾമോസ്റ്റ് 2.5 years ആയിട്ട് KMT ഫൈറ്റ് ക്ലബ്ബിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ബോക്സിങ്, കിക്ക് ബോക്സിങ്, MMA ഇറങ്ങിയിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് ഷാലിമ. ഞാനിവിടെ KMT ഫൈറ്റ് ക്ലബ്ബിലാണ് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 1.5 വർഷം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഞാനൊരു 3 കോമ്പറ്റീഷൻ ഇറങ്ങിയായിരുന്നു. അതിൽ ഒരു സിൽവർ, ഒരു ഗോൾഡ് മെഡലാണ് വിൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇറങ്ങിയത് സ്റ്റേറ്റ് MMA ആയിരുന്നു. അതിനകത്ത് ഗോൾഡ് മെഡലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഹായ്, എൻ്റെ പേര് അഭിലാഷ്. ഞാൻ ആദ്യം പ്രൊഫഷണൽ ബോഡി ബിൽഡിംഗ് ഫീസിലായിരുന്നു. ഇപ്പോൾ ഞാൻ ഫൈറ്റിങ്ങിലോട് സ്വിച്ച് ചെയ്തിട്ട് 2 years ആയിട്ടുണ്ട്. ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യാണ്. ഞാൻ ടോട്ടൽ 2 MMAസിന് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ 1 ജയവും 1 തോൽവിയായിരുന്നു. ക്രൗ മഗ ശരിയായ രീതിയിൽ പഠിച്ചെടുത്താൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആയിരിക്കും ഒരു വ്യക്തിക്ക് ലഭിക്കും? ഓക്കെ, ക്രൗ മഗ പഠിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് ഏത് മാർഷൽ ആർട്സ് ആണെങ്കിലും, അത് ഏത് ടൈപ്പ് കോമ്പാറ്റ് സ്പോർട്ട് ആണെങ്കിലും, നമ്മുടെ സെൽഫ് ഡിഫെൻസ് സർവീസ്, നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് കൂട്ടും. ഓക്കെ, സെൽഫ് കോൺഫിഡൻസ് നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പാനിക്കാതെ എന്ത് ടൈപ്പ് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മളിതൊക്കെ ചെയ്യുന്ന അണ്ടർ സ്ട്രെസ്സിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹാബിറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യും. സെക്കൻഡ്, നമ്മുടെ സ്റ്റാമിന, സ്ട്രെങ്ത്ത്, ഫ്ലെക്സിബിലിറ്റി ഇതെല്ലാം ഇൻക്രീസ് ആകും. കൂട്ടത്തിൽ നമ്മുടെ ടോട്ടൽ ഒരു ഓവറോൾ ഫിറ്റ്നസ് കൂടെ വരുന്ന രീതിയിലാണുള്ള ഡ്രിൽസും എല്ലാം വർക്കൗട്ട് അതിനകത്ത് നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമുക്കൊരു സ്ട്രെസ് റിലീഫായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം ഭയങ്കര സ്ട്രെസ്ഫുൾ ഒരു ലൈഫാണ്. അപ്പം നല്ലൊരു ടീമാണ് ഇവിടെ, എല്ലാവരും പരസ്പരം എൻകറേജ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ്. അപ്പം അങ്ങനെ ഇതിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. KMT ഫൈറ്റ് ക്ലബ്ബിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് 2-3 ഫ്രീ ട്രയൽ സെഷൻസ് അറ്റൻഡ് ചെയ്യാം. കാരണം പല ആൾക്കാരും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരായിരിക്കും. ആൾക്കാർക്കൊരു അപ്രിഹെൻഷൻ കാണും, നമുക്കിത് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ഫീസൊക്കെ മേടിക്കുന്നതിന് ഞങ്ങളിപ്പോൾ ട്രയൽ സെഷൻസ് ഉണ്ട്. ട്രയൽ സെഷൻ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. അത് നേരത്തെ ഒന്ന് കോൾ ചെയ്ത് അപ്പോയിൻമെൻറ്റ് എടുത്താൽ മതി. വന്ന് ക്ലാസ് ടൈമിങ്ങിൽ വന്ന്, ഞാനെപ്പോഴും പറയുന്ന ക്ലാസ് കാണുന്നതിൽ നല്ലൊരു നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കും എന്ത് ഡിഫിക്കൽട്ടാണ്, ലെവൽ ഓഫ് ഡിഫിക്കൽറ്റി. അത് ബിഗിനറിനനുസരിച്ചിട്ട് ആ രീതിയിലാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഒരേ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഡെഫിനറ്റ്ലി. അത് ട്രയൽ സെഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡ് പ്രേക്ഷകർക്ക് ഒട്ടേറെ പുതിയ അറിവുകൾ പ്രദാനം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. ബൈ.